ഹൃദയപൂർവം അവസാന ഭാഗം. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ ഓക്കെ ആയി വരുന്നു. അപ്പോൾ ഹൃദയപൂർവം എന്ന സ്റ്റോറി തീർന്നു. നാളെ മുതൽ പുതിയ സ്റ്റോറി തുടങ്ങാണ്, താലി. അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടും താലി എന്ന നമ്മുടെ പുതിയ സ്റ്റോറിക്കും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പോകാം ഹൃദയപൂർവം എന്ന സ്റ്റോറിയുടെ അവസാന ഭാഗത്തിലേക്ക്. ഇനി എന്നാണ് നമ്മുടെ വിവാഹം ഇങ്ങനെ നടക്കാൻ പോകുന്നത്? സന്ദീപ് ചോദിച്ചതും ആദ്യം വീട്ടുകാരെ അറിയിക്ക്, എന്നിട്ട് ആലോചിക്കാം, അവൾ പറഞ്ഞു. അതിന്റെ പ്ലാനിങ്ങിലാണ് ഞാൻ. അവൻ പറഞ്ഞതും എന്നാ പിന്നെ നിങ്ങൾ പ്ലാനിങ്ങുമായിട്ട് നടന്നോട്ടോ. പ്ലാനിങ് എല്ലാം കഴിയുമ്പോ എന്നോട് പറഞ്ഞാ മതി എന്ന് പറഞ്ഞ് അവനെ തള്ളി മാറ്റി അവൾ ഓടി അവിടെ നിന്നു. നശിപ്പിച്ചു. അവൻ കൈ ഭിത്തിയിൽ ഇടിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, ഭിത്തിക്ക് ഒന്നും പറ്റില്ല, കൈക്കേ പറ്റൂ, അതുകൊണ്ട് വേണ്ട കേട്ടോ. പോകുന്ന വഴി അവൾ വിളിച്ചു പറഞ്ഞു. എനിക്കെന്ത് പറ്റിയാലും നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, തിരിച്ച് സന്ദീപ് വിളിച്ചു പറഞ്ഞു. കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ വൈകിട്ട് കാണിച്ചു തരാം, അവൾ പറഞ്ഞു. ഉറപ്പാണോ? ഞാൻ കാത്തിരിക്കും, അവൻ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. നോക്കാം എന്ന് മാത്രം പറഞ്ഞ് അവൾ വേഗം ഇഷാനിയുടെ റൂമിലേക്ക് കയറി. ഇഷാനി ചുവപ്പ് കസവ് സാരിയിൽ ദേവതയെ പോലെ തിളങ്ങി. എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി അവർ അമ്പലത്തിലേക്ക് ഇറങ്ങി. അമ്പലത്തിൽ ചെന്നതും അവളെ കണ്ടതും നവീൻ അവളെ നോക്കി നിന്നു. അവന്റെ വായും പൊളിച്ചുള്ള അവന്റെ നിൽപ്പ് കണ്ട് എല്ലാവരും ചിരിച്ചു. മംഗളവാദ്യം മുഴങ്ങി. താലി കെട്ടുന്ന നിമിഷം എല്ലാവരുടെയും കണ്ണുകളിൽ സന്തോഷമായിരുന്നു, പുഞ്ചിരിയായിരുന്നു. ഒരുപാട് കാത്തിരുന്ന ഇഷാനിയുടെയും നവീന്റെയും പ്രണയ സാഫല്യമാണ് അതെന്ന് അവർക്കറിയാമായിരുന്നു. രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. നവീൻ താലി കെട്ടി കഴിഞ്ഞതിന് ശേഷം അവളെ നെറ്റിയിൽ ചുംബിച്ചു. വൈകുന്നേരം വീട്ടിൽ പാട്ടും ഡാൻസും എല്ലാമായി ആഘോഷമായിരുന്നു. വേദികയും ലക്ഷ്മിയും വീണ്ടും സ്റ്റേജിലേക്ക് കയറി നൃത്തം വെച്ചു. പിന്നീട് സ്റ്റേജിലേക്ക് എല്ലാവരും കയറി ഡാൻസ് കളിച്ചു. സന്ദീപ് വരെ നൃത്തം ചെയ്തു. ഉദയനും ശരത്തും വിനോദും എന്ന് വേണ്ട എല്ലാവരും നൃത്തം ചെയ്തു. വീട് മുഴുവനും സന്തോഷത്തിൽ നിറഞ്ഞു. ഇഷാനി നവീന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവളുടെ കണ്ണുകളിൽ കണ്ണുനീറില്ല. ഞാൻ ഇന്ന് രാത്രി തന്നെ വരും, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വീട് തൊട്ടടുത്തല്ലേ, പിന്നെ എന്തിനാ സങ്കടപ്പെടുന്നത് എന്ന് പറഞ്ഞ് മാധവ് അവളെ ചേർത്ത് പിടിച്ചു. കൂടെ ഉദയനും. എല്ലാവരും യാത്ര പറഞ്ഞുകൊണ്ട് അവൾ സന്തോഷത്തോടെ വിടവാങ്ങി. ഇഷാനിയുടെ വിടവാങ്ങലിന് ശേഷം വീട് വീണ്ടും ശാന്തമായി തുടങ്ങുകയായിരുന്നു. പക്ഷേ ആ ശാന്തത പോലും സന്തോഷം നിറഞ്ഞതായിരുന്നു. അന്ന് രാത്രി ഇഷാനിയുടെയും നവീന്റെയും ആദ്യ രാത്രിക്കുള്ള ഒരുക്കങ്ങൾ ഉദയന്റെ വീട്ടിലായിരുന്നു. മുറി മുഴുവനും പൂക്കളുടെ മണം കൊണ്ട് നിറഞ്ഞു. മുല്ലപ്പൂ മാലകൾ കിടക്കയുടെ ചുറ്റും കെട്ടിയിരുന്നു. മഞ്ഞയും ചുവപ്പും ചേർന്ന റോസ് പുഷ്പങ്ങൾ കിടക്കയിൽ മുഴുവനും വിതറിയിരുന്നു. ലക്ഷ്മി ഒരു മുല്ലമാല കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത്രയും പൂവെന്തിനാ? ഗംഗ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിലേ ഇഷാനി നമ്മളെ കൊല്ലും. കുറഞ്ഞു പോയാൽ ചോദിക്കും, ഇത്രയും കഷ്ടപ്പെട്ട് ഒരുക്കിയത് ആരാണെന്ന്, സാന്ദ്ര കളിയാക്കി പറഞ്ഞു. ദേവികയും ഗംഗയും ചിരിച്ചു. എന്തായാലും ഇന്നത്തെ രാത്രി അവർ മറക്കില്ല അല്ലേ? ഗംഗ പറഞ്ഞു. എന്തുപറ്റി? നഷ്ടബോധം തോന്നുന്നുണ്ടോ? ഗംഗയോട് സാന്ദ്ര ചോദിച്ചു. ഇല്ല, അങ്ങനെയൊന്നും തോന്നുന്നില്ല. ഇപ്പോ ആരും കാണാതെ വരുന്നില്ലേ സന്ദീപേട്ടൻ? അതിന് ഇതിനേക്കാൾ ഭംഗിയുണ്ട്, ഗംഗ പറഞ്ഞതും കട്ട് തിന്നുന്നതിന് അല്ലേ? സാന്ദ്ര ചോദിച്ചു. അല്ലാതെ പിന്നെ, കല്യാണം കഴിഞ്ഞിട്ടും ഭർത്താവ് ഇങ്ങനെ ആരും കാണാതെ വരുന്നത് ആർക്കെങ്കിലും കിട്ടുവോ അങ്ങനെ ഒരു ഭാഗ്യം? അത് എനിക്ക് കിട്ടിയില്ലേ. പിന്നെ ഈ മണിയറ, അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാമല്ലോ. ഗംഗ പറഞ്ഞതും അവരുടെ ചിരിയും കളിയും കൊണ്ട് മുറി മുഴുവൻ നിറഞ്ഞിരുന്നു. അപ്പോഴേക്കും ഇഷാനിയും നവീനും വീട്ടിലേക്ക് എത്തിയിരുന്നു. എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. ഡൈനിങ് റൂമിൽ മേശയിൽ ചിരിയും കളിയുമായിരുന്നു. ഉദയൻ നവീനെ നോക്കി പറഞ്ഞു. എന്തിനാടാ നീ ഇത്ര തിരക്ക് പിടിച്ച് ഭക്ഷണം കഴിക്കുന്നത്? പതിയെ കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞതും എനിക്ക് നല്ല ഉറക്കം വരുന്നു. നവീൻ ഇടം കണ്ടിട്ട് ഇഷാനിയെ നോക്കിക്കൊണ്ട് പറഞ്ഞതും പിന്നെ ഇന്ന് നിനക്ക് ഉറക്കം ഉണ്ടാകില്ല എന്ന് ഞങ്ങൾക്കറിയാൻ പാടില്ലേ? ഉദയൻ പറഞ്ഞതും എല്ലാവരും പൊട്ടിച്ചിരിച്ചു. ഇഷാനിയുടെ മുഖം ചുവന്നു. ഉദയേട്ടാ, മതി മതി, സാന്ദ്ര പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്ന അമ്മമാരെയും അച്ഛനെയും കാണിച്ചു കൊടുത്തു. ഭക്ഷണം കഴിഞ്ഞപ്പോൾ സ്ത്രീകൾ വീണ്ടും ഇഷാനിയെ പിടിച്ചു. ഇഷാനിയെ ഒരുക്കാൻ ലക്ഷ്മിയും ദേവികയും ഗംഗയും സാന്ദ്രയും ചേർന്നു. ചുവന്ന സാരിയിൽ അവൾ വീണ്ടും തിളങ്ങി. മുല്ലപ്പൂവിന്റെ മണം, കണ്ണുകളിൽ ചെറിയ നാണം. ലക്ഷ്മി അവളെ കൈപിടിച്ചു. ഭയമുണ്ടോ? അവൾ ചോദിച്ചു. ഇഷാനി ചെറുതായി തല കുനിച്ചു. ദേവികയും സാന്ദ്രയും ഗംഗയും എല്ലാവരും ചിരിച്ചു.
നവീൻ പുറത്ത് നടക്കുകയാണ്. പേടിക്കുന്നത് അവനാണ് എന്ന് പറഞ്ഞ് ഉദയനും മറ്റുള്ളവരും ചിരിച്ചു. പിന്നീട് അവളെ മുറിയിലേക്ക് കൊണ്ടുപോയി വാതിലടഞ്ഞു. വീട്ടിൽ വീണ്ടും നിശബ്ദത. അന്ന് രാത്രി മാധവ് ബാൽക്കണിയിൽ നിന്നിരുന്നു. ചന്ദ്രപ്രകാശം ബാൽക്കണിയിൽ നല്ല വെളിച്ചമുണ്ടായിരുന്നു. ലക്ഷ്മി അവന്റെ അടുത്തേക്ക് വന്നു. എന്താ ഇത്ര ആലോചന? മാധവ് അവളെ നോക്കി ചോദിച്ചു. നമ്മുടെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ കരുതിയില്ല. അവൾ അവന്റെ കൈ പിടിച്ചു. എല്ലാം ശരിയായില്ലേ ഇപ്പോ? മാധവ് അവളെ ചേർത്ത് പിടിച്ചു. നീ ഉണ്ടെങ്കിൽ, നീ എന്റെ കൂടെയുണ്ടെങ്കിൽ എല്ലാം ശരിയാകും, അവൻ പറഞ്ഞു. അതിന് അവൾ ചെറുതായി ഒന്ന് ചിരിച്ചു. ഇത് സിനിമ ഡയലോഗ് പോലെ തോന്നുന്നു, ലക്ഷ്മി പറഞ്ഞു. ആണോ? എന്നാലും സത്യമാണ്, മാധവ് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. അവൾ അവന്റെ നെഞ്ചിലേക്ക് തല ചായ്ച്ചു. ആ രാത്രി അവരുടെ ഇടയിൽ വാക്കുകൾ കുറവായിരുന്നു, പക്ഷേ അവരുടെ മനസ്സുകൾ നിറഞ്ഞു. അതേസമയം സന്ദീപ് പതിയെ അവന്റെ വീടിന്റെ പുറത്തേക്കിറങ്ങി. ആരും കാണാതെ നേരെ മാധവിന്റെ വീട്ടിലേക്ക് ചെന്നു. ഫോണിൽ ഗംഗയെ വിളിച്ചു. വാതിൽ തുറന്നതും ഗംഗ ചിരിച്ചു. വന്നോ? വരുമെന്ന് പറഞ്ഞില്ലേ? ആരും കണ്ടില്ലല്ലോ. കണ്ടിരുന്നെങ്കിൽ ഞാനിവിടെ എത്തുമായിരുന്നോ? അവൻ പറഞ്ഞു. അതിനും അവൾ ചിരിച്ചു. അകത്തേക്ക് വാ. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. നാളെ ഞാൻ വീട്ടിൽ പറയാൻ തീരുമാനിച്ചു. അവൻ അത് പറഞ്ഞതും ഗംഗ അവനെ നോക്കി. എന്ത്? നമ്മുടെ വിവാഹകാര്യം. അത് പറയുമ്പോൾ അവൻ ഗൗരവത്തിലായിരുന്നു. അത് പറയുമ്പോഴല്ലേ? അതുവരെ ഇത്രയും സീരിയസ് ആവണ്ട, അവൾ ശാന്തമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ അവളുടെ കൈ പിടിച്ചു. നീ എന്റെ ജീവിതം സീരിയസ് ആക്കി കളഞ്ഞു മോളെ. അവൻ പറഞ്ഞതും ഗംഗ അവന്റെ തോളിൽ തലചായ്ച്ചു. ആ രാത്രി അവരും വരാനിരിക്കുന്ന നല്ല നാളുകൾ സ്വപ്നം കണ്ട് ഉറങ്ങി. അടുത്ത ദിവസം രാവിലെ വീണ്ടും വീട്ടിൽ തിരക്കായിരുന്നു. ഭക്ഷണം ഉണ്ടാക്കലും എല്ലാമായിട്ട്. വീട്ടിൽ എല്ലാവരും ഉണ്ട്. ശരത്തിന്റെ അമ്മയും അച്ഛനും ഒഴിച്ച് എല്ലാ ബന്ധുക്കളും എത്തിയിരുന്നു. വിവാഹം കഴിഞ്ഞ വൈകുന്നേരത്തോടു കൂടി എല്ലാവരും മടങ്ങിയെങ്കിലും ആ രണ്ടു വീട്ടിലുള്ളവർ തന്നെ ഒത്തുചേരുമ്പോൾ ഒരുപാട് ആളുകൾ ഉള്ളതായി മാറുമായിരുന്നു. ഇന്നലെ തീരുമാനിച്ചത് കൊണ്ട് എല്ലാവരും ഒരുമിച്ച് മാധവിന്റെ വീട്ടിലായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഉണ്ടായത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ മാധവ് എല്ലാവരെയും നോക്കി. ഒരു കാര്യം പറയാനുണ്ട്. അവൻ പറഞ്ഞത് കേട്ടതും എല്ലാവരും അവനെ നോക്കി. ഇന്ന് നമുക്ക് ദേവികയുടെ വീട്ടിലേക്ക് പോകാം. അത് കേട്ട് എല്ലാവരും ഒരു നിമിഷം നിശബ്ദമായി. ദേവികയുടെ കണ്ണുകൾ വലുതായി. അവൾ ഒന്നും പറഞ്ഞില്ല. മാധവ് അവളെ നോക്കി. പോകാം, സീതാമ്മ പറഞ്ഞു. അതെ, നമുക്ക് ഒരുമിച്ച് പോകാം. ദേവികയുടെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു. എല്ലാവരും ഒരുമിച്ച് പോകാം എന്നുള്ള തീരുമാനത്തിലെത്തി. ഒരു വലിയ ട്രാവൽ വാൻ മാധവ് തന്നെയാണ് അറേഞ്ച് ചെയ്തത്. സീതാമ്മയും മാധവിന്റെ അച്ഛനും മാഷച്ചനും ടീച്ചറമ്മ, മാധവ്, ലക്ഷ്മി, ഉദയൻ, ശരത്ത്, ദേവിക, ഗംഗ, സന്ദീപ്, സാന്ദ്ര, ഇഷാനി, നവീൻ, താര, മിത്ര, മനു, നവീന്റെ അച്ഛനും അമ്മയും സച്ചിയും എല്ലാവരും ഒരുമിച്ച് പോകാനായി ഇറങ്ങി. 2 ദിവസത്തെ യാത്രയാണ്. അവിടെ ചെന്ന് ദേവികയുടെ വീട്ടുകാരെ കണ്ട് ചോറ്റാനിക്കര ക്ഷേത്രത്തിലും വരുന്ന വഴി ഗുരുവായൂരും കയറാം എന്നുള്ള തീരുമാനത്തിൽ എല്ലാവരും ഇറങ്ങി. വാൻ മുന്നോട്ട് നീങ്ങി. പുറത്ത് പച്ചപ്പുള്ള വഴികൾ, കാറ്റ്, സൂര്യപ്രകാശം. ലക്ഷ്മി വിൻഡോ സൈഡിലേക്ക് നോക്കിയിരുന്നു. ദീർഘദൂരത്തെ യാത്രയ്ക്കൊടുവിൽ അവിടെ എത്താറായതും അവളുടെ മനസ്സിൽ ഓർമ്മകൾ ഓടിയെത്തി. അവൾ ചെറുപ്പത്തിൽ ഇവിടെ ഓടിക്കളിച്ചത്, പുഴക്കര, മരങ്ങൾ, മഴയിൽ കളിച്ച ദിവസങ്ങൾ. അവൾ മാധവിനെ നോക്കി. ഞാൻ ഇവിടെ വളർന്നതാണ്. മാധവ് ചിരിച്ചു. ഇന്ന് വീണ്ടും തിരികെ വരുന്നു അല്ലേ? അതെ, പക്ഷെ ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല. അവൾ പറഞ്ഞതും മാധവ് അവളുടെ കയ്യിൽ പിടിച്ചു. എന്നാൽ ദേവിക ശാന്തമായിട്ടിരുന്നു. അവളുടെ മനസ്സ് നിറഞ്ഞിരുന്നു. അവൾ അവസാനമായി ഈ വീട്ടിൽ നിന്ന് പോയത് വിവാഹത്തിന് ശേഷം. പിന്നീട് തിരികെ വന്നിട്ടില്ല. അവർ എങ്ങനെ സ്വീകരിക്കും? ശരത്ത് അവളുടെ അടുത്തേക്ക് ചേർന്നിരുന്നു. ഭയമുണ്ടോ? അവൻ ചോദിച്ചു. അവൾ തല കുനിച്ചു. നീ ഒറ്റയ്ക്കല്ല, ഞാനില്ലേ, ഞങ്ങളില്ലേ, അവൻ പറഞ്ഞു. അവൾ അവനെ നോക്കി ചെറുതായി ചിരിച്ചു. വണ്ടി ഗ്രാമത്തിലേക്ക് കടന്നു. പഴയ വഴികൾ, നാരങ്ങ മരങ്ങൾ, തറവാട് വീടിന്റെ വലിയ വാതിൽ. വണ്ടി പതുക്കെ നിർത്തി. ദേവികയുടെ ഹൃദയം വേഗം ഇടിച്ചു. ലക്ഷ്മി അവളെ കൈ പിടിച്ചു. അവൾ ആ വീടിനെ നോക്കി. കുറെ നാളുകൾക്ക് ശേഷം അവൾ വീണ്ടും സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. പഴയ നാടൻ തറവാട്. ആ വീടിന്റെ പ്രൗഢി എടുത്തു കാണിക്കുന്ന രീതിയിലുള്ള വലിയ മതിലും ഗേറ്റും. വാതിലിന്റെ മുൻപിലെ ആൽമരം, മുറ്റത്ത് വീണ് കിടക്കുന്ന ഉണങ്ങിയ ഇലകൾ എല്ലാം ഒരുപോലെ തന്നെ നിന്നിരുന്നു. കാലം മാത്രം കടന്നു പോയിരുന്നു.
വാഹനത്തിൽ നിന്നും ഇറങ്ങാൻ എല്ലാവരും തയ്യാറായി. എന്നാൽ ദേവികയുടെ കൈകൾ ചെറുതായി വിറച്ചുകൊണ്ടിരുന്നു. അത് ശ്രദ്ധിച്ച മാധവ് അവളുടെ തോളിൽ കൈവച്ചു. ഭയപ്പെടേണ്ട, നമ്മൾ എല്ലാവരും കൂടെയുണ്ട്. അവൻ പറഞ്ഞത് കേട്ട് ദേവിക ഒരു ചെറു പുഞ്ചിരി അവന് സമ്മാനിച്ചു. എന്നാലും അവളുടെ ഹൃദയം ശക്തമായി ഇടുക്കിയായിരുന്നു. ആദ്യം ഇറങ്ങിയത് മാഷച്ചനും ടീച്ചറമ്മയും ആയിരുന്നു. പിന്നീട് മാധവും ലക്ഷ്മിയും, പിന്നെ മറ്റെല്ലാവരും. അവർ വീട്ടുമുറ്റത്തേക്ക് നടന്നു. അപ്പോഴേക്കും വീടിന്റെ അകത്തു നിന്ന് ചിലർ പുറത്തേക്ക് വന്നിരുന്നു. ദേവികയുടെ അച്ഛനും അമ്മയും, അവളുടെ വല്യേട്ടനും, കുടുംബത്തിലെ മറ്റുള്ളവരും. ദേവികയുടെ കണ്ണുകൾ നിറഞ്ഞു. അച്ഛാ, അവൾ അത്രേ പറയാനായുള്ളൂ. അവളുടെ അമ്മ ഒരു നിമിഷം അവളെ നോക്കി നിന്നു. പിന്നീട് വേഗത്തിൽ മുന്നോട്ട് വന്ന് അവളെ ചേർത്ത് പിടിച്ചു. മോളെ. ആ വിളിയിൽ സ്നേഹവും സങ്കടവും ഉണ്ടായിരുന്നു. അച്ഛൻ അടുത്തേക്ക് വന്നു. അയാളുടെ കണ്ണുകളും നനഞ്ഞിരുന്നു. ഇത്രയും ദിവസമൊക്കെ എങ്ങനെയായിരുന്നു മോളെ? അയാൾ ചോദിച്ചു. ദേവികയ്ക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. അവൾ വെറുതെ കരഞ്ഞു. ആ നിമിഷം അവിടെയുണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ നനഞ്ഞിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ എല്ലാവരും വീടിനുള്ളിലേക്ക് കയറി. വലിയ നടുമുറി, പഴയ മരപ്പടികൾ, വർഷങ്ങൾ പഴക്കമുള്ള ആ വീടിന്റെ മണവും ചൂടും ഇന്നും മാറിയിരുന്നില്ല. അവിടെ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. ദേവികയുടെ അച്ഛൻ മാധവിനെയും മറ്റുള്ളവരെയും നോക്കി പറഞ്ഞു. ഈശ്വർ ഇവിടെ വന്നിരുന്നു പോകുന്നതിന് മുമ്പ്. അവിടെ ഇരുന്നവരൊക്കെ ഒന്ന് നോക്കി. അവനെല്ലാം പറഞ്ഞിരുന്നു. ഹരിയെ കൂടെ കൂട്ടി വിവാഹം കഴിക്കാൻ ഈശ്വർ നടത്തിയ നാടകത്തെക്കുറിച്ച്, ശരത്തുമായി നടന്ന ആ വിവാഹത്തെക്കുറിച്ച് എല്ലാം. ആ വലിയ മുറിയിൽ ചെറിയൊരു നിശബ്ദത പടർന്നു. ദേവികയുടെ അമ്മ തുടർന്ന് പറഞ്ഞു. ആദ്യം ഞങ്ങൾക്ക് കോപമുണ്ടായിരുന്നു. പക്ഷേ അവൻ പറഞ്ഞപ്പോ മനസ്സിലായി നിങ്ങൾ ആരും തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. അച്ഛൻ പതിയെ തലകുലുക്കി. സംസാരിച്ചാൽ തീരാവുന്ന കാര്യങ്ങളായിരുന്നു. അതിനാൽ ഞങ്ങൾ ആരോടും ദേഷ്യം വെച്ചില്ല. അവിടെ ഇരുന്ന ശരത്ത് ഒരു ദീർഘനിശ്വാസം വിട്ടു. അവന്റെ മുഖത്ത് ഒരു ആശ്വാസം തെളിഞ്ഞു. ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അച്ഛാ, അവൻ പറഞ്ഞു. ഞങ്ങൾ നേരത്തെ വരണമെന്ന് കരുതിയതാണ് നിങ്ങളെ കാണാൻ. പക്ഷേ ഇവിടെ അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ടാണ്. അയാൾ പറഞ്ഞതും എല്ലാവരും ദേവികയെ നോക്കി. പിന്നെ മുത്തശ്ശിയെ കാണാനായി പോയി. കുറച്ചു സമയം മുത്തശ്ശിയുടെ കൂടെ ചെലവഴിച്ചതിന് ശേഷമാണ് ആ റൂമിൽ നിന്നും എല്ലാവരും പുറത്തേക്ക് വന്നത്. മുത്തശ്ശിക്ക് ഞങ്ങളോട് ദേഷ്യമുണ്ടോ? ശരത്ത് ചോദിച്ചു. ഇല്ല, ആദ്യമൊക്കെ ദേവുവിനെ ചോദിക്കായിരുന്നു. ഇപ്പോ ഓർമ്മക്കുറവുണ്ട്. ഇങ്ങോട്ട് വരാൻ ഞങ്ങൾക്ക് നല്ല പേടിയായിരുന്നു. എങ്ങനെയാണ് നിങ്ങളുടെ പ്രതികരണം എന്ന് അറിയില്ലല്ലോ. നിങ്ങളുടെ പ്രതികരണം ഇത്ര നന്നാവുമെന്ന് ഒരിക്കലും ഞങ്ങളും പ്രതീക്ഷിച്ചില്ല. അതിന് ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളെ മനസ്സിലാക്കിയതിന്, ശരത്ത് പറഞ്ഞു. ദേവികയുടെ അമ്മ ചിരിച്ചു. ഇനി നീ ഞങ്ങളുടെ മരുമകനല്ലേ? നന്ദി പറയേണ്ടത് ഞങ്ങളല്ലേ? ഞങ്ങളുടെ മോളെ രക്ഷിച്ചതിന്, നല്ലൊരു ജീവിതം അവൾക്ക് കൊടുത്തതിന്. ആ വാക്കുകൾ കേട്ട് ദേവിക വീണ്ടും കരഞ്ഞു. ഈ വട്ടം സന്തോഷത്തിന്റെ കണ്ണുനീരായിരുന്നു. ഇതേ സമയം ലക്ഷ്മി പതുക്കെ മുറ്റത്തേക്ക് നടന്നു. കൂടെ മാധവും. അവൾക്ക് ആ വീടിന്റെ ഓരോ കോണും പരിചിതമായിരുന്നു. വലിയ മാവിൻ മരം, ചെറുപ്പത്തിൽ അവൾ കയറാൻ ശ്രമിച്ചത്, മുറ്റത്ത് കളിക്കുന്ന കല്ലുകളി, വീടിന്റെ വശത്തുള്ള ചെറിയ കുളം. ഓരോ കാഴ്ചകളും അവളുടെ ബാല്യത്തെ തിരിച്ചു കൊണ്ടുവന്നു. ഇവിടെ തന്നെയായിരുന്നു ഞങ്ങൾ നൃത്തം പഠിച്ചത്, അവൾ പതിയെ പറഞ്ഞു. അവളുടെ മുഖത്ത് ഒരു മധുരമായ ഓർമ്മ പുഞ്ചിരിയെ തെളിഞ്ഞു. പിന്നീട് മാധവ് അവളെ നോക്കി. ഇവിടെയാണോ നീ വളർന്നത്? ലക്ഷ്മി തലകുലുക്കി. അതെ, എന്റെ ബാല്യത്തിന്റെ പകുതിയും ഇവിടെ തന്നെയാണ്. അപ്പോഴാണ് വീടിന്റെ വാതിക്കൽ ഒരാൾ നിൽക്കുന്നത് അവൾ കണ്ടത്. ദേവികയുടെ വല്യേട്ടൻ. അവൻ നിശബ്ദമായി ലക്ഷ്മിയെ നോക്കി നിൽക്കായിരുന്നു. ലക്ഷ്മിയെ കണ്ട നിമിഷം അവന്റെ മുഖത്ത് ഒരുപാട് വികാരങ്ങൾ മാറി മാറി തെളിഞ്ഞു. അവൻ ഒരിക്കൽ സ്നേഹിച്ച പെൺകുട്ടി ഇന്ന് മറ്റൊരാളുടെ ഭാര്യയായി തന്റെ മുന്നിൽ നിൽക്കുന്നു. അവന്റെ കണ്ണുകളിൽ ഒരു നിമിഷം വേദന തെളിഞ്ഞു. ലക്ഷ്മിയും അവനെ കണ്ടു. ഒരു നിമിഷം ഇരുവരുടെയും കണ്ണുകൾ കൂട്ടിയിടിച്ചു. പഴയ ഓർമ്മകൾ, പറയാത്ത വികാരങ്ങൾ, കാലം മായ്ച്ചു പോയ ബന്ധങ്ങൾ എല്ലാം ആ നിശബ്ദ നിമിഷത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അവൻ ഒരു ചെറു പുഞ്ചിരി സമ്മാനിച്ചു. ലക്ഷ്മി, എങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നുവോ? അവൻ ചോദിച്ചു. അതെ, നന്നായിരിക്കുന്നു, ലക്ഷ്മി പതുക്കെ മറുപടി പറഞ്ഞു. മാധവ് അവളുടെ അരികിൽ നിന്നു. അവനെ നോക്കി. നന്നായി നോക്കിക്കൊള്ളണം, അവള് നല്ല പെൺകുട്ടിയാണ്, ദേവികയുടെ വല്യേട്ടൻ പറഞ്ഞു. അതിന് മാധവ് ഒന്ന് ചിരിച്ചു. എനിക്കറിയാം. അത് കേട്ട് അവൻ തലകുലുക്കി.
അവന്റെ മനസ്സിൽ ഒരു ചെറിയ വേദന ഉണ്ടായിരുന്നെങ്കിലും അവനത് മറച്ചു വെച്ചു. അകത്ത് ദേവികയുടെ അമ്മ എല്ലാവരെയും വിളിച്ചു. വരൂ, എല്ലാവരും അകത്തേക്ക് ഇരിക്ക്. അകത്തളത്തിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചു. ചായ, പലഹാരങ്ങൾ, ചിരികളും സംസാരങ്ങളും, നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ തെറ്റിദ്ധാരണകളും ആ വീട്ടിൽ നിന്നും മാഞ്ഞു പോയിരുന്നു. ദേവിക സന്തോഷത്തോടെ എല്ലാവരെയും നോക്കി നിന്നു. ഇത്രയും നാളുകൾക്ക് ശേഷം തന്റെ വീട്ടിൽ സ്വന്തം ആളുകളുടെ ഒപ്പം അവളുടെ ഹൃദയം നിറഞ്ഞിരുന്നു. വീട്ടുമുറ്റത്ത് സൂര്യന്റെ വെളിച്ചം പതിഞ്ഞു. അതുപോലെ തന്നെയാണ് ആ വീട്ടിൽ വീണ്ടും സന്തോഷവും സമാധാനവും തിരിച്ചെത്തിയത്. അന്ന് അവിടെ നിൽക്കാമെന്ന് എല്ലാവരോടും പറഞ്ഞെങ്കിലും ഇഷാനിയുടെയും നവീന്റെയും വിവാഹം കഴിഞ്ഞിട്ടുള്ളൂ എന്നും അതുകൊണ്ട് ബാക്കിയുള്ള ചടങ്ങുകൾ നടത്താനുണ്ട് എന്ന് പറഞ്ഞ് ദേവികയുടെ വീട്ടുകാരെ എല്ലാവരെയും മാധവിന്റെ അച്ഛനും അമ്മയും ടീച്ചറമ്മയും മാഷച്ചനും അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ച് അവർ വൈകുന്നേരത്തോടു കൂടി യാത്ര തിരിച്ചു. ദേവികയോടും ശരത്തിനോടും അവിടെ നിൽക്കാൻ പറഞ്ഞെങ്കിലും ഇഷാനിയുടെ ചടങ്ങ് നടത്തേണ്ടത് കൊണ്ട് പോവുകയാണ് എന്നും പിന്നീട് ഒരു ദിവസം വന്ന് നിൽക്കാം എന്നും അവർ പറഞ്ഞ് ഇറങ്ങുന്നു. മുത്തശ്ശിയെ കണ്ട് യാത്ര പറയുമ്പോൾ ദേവിക കരഞ്ഞു പോയിരുന്നു. മുത്തശ്ശിയും. ട്രാവലറിൽ വീണ്ടും യാത്ര തുടങ്ങി. ദേവികയുടെ തറവാട്ടിൽ നടന്ന സന്തോഷകരമായ സമയം എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിന്നിരുന്നു. വണ്ടിക്കുള്ളിൽ ചിരിയും സംസാരവും ഒക്കെ തുടർന്നു കൊണ്ടിരുന്നു. ലക്ഷ്മിയും ദേവികയും ഒപ്പം ഇരുന്ന് പഴയ ഓർമ്മകൾ പറഞ്ഞു ചിരിച്ചു. മാധവ്, ഉദയൻ, ശരത്ത്, നവീൻ എല്ലാവരും പിന്നിലെ സീറ്റുകളിൽ ഇരുന്ന് ഓരോ തമാശകൾ പറഞ്ഞ് യാത്രയെ ഒരു ചെറിയ ആഘോഷമാക്കി മാറ്റിയിരുന്നു. പക്ഷെ സന്ദീപിന്റെ മനസ്സിൽ ഒരു ചെറിയ കാത്തിരിപ്പുണ്ടായിരുന്നു. ദേവർ മഠത്തിൽ നിന്നും പുറപ്പെടുന്നതിന് മുമ്പ് അവൻ ഒരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഗംഗയുടെയും തന്റെ വിവാഹം കഴിഞ്ഞുവെന്ന് തെളിവ് സഹിതം വീട്ടിൽ അറിയുന്ന രീതിയിൽ അവൻ എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി വെച്ചിരുന്നു. വിവാഹ ഫോട്ടോകൾ, രജിസ്ട്രേഷൻ കോപ്പി എല്ലാം അവൻ വീട്ടിൽ എത്തുന്ന രീതിയിൽ ക്രമീകരിച്ചു. അതുകൊണ്ട് തന്നെ ഒരു ഫോൺ കോൾ അവൻ പ്രതീക്ഷിച്ചിരുന്നു. വണ്ടി ദേശീയപാതയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അപ്രതീക്ഷിതമായി അവന്റെ ഫോൺ വൈബ്രേറ്റ് ചെയ്തു. സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ടതും അവന്റെ ഹൃദയമിടിപ്പ് കൂടി. അമ്മ. അവൻ പതുക്കെ ഫോൺ എടുത്തു. ഹലോ അമ്മ. അവിടെ നിന്ന് വന്ന ശബ്ദം ആദ്യം ശാന്തമായിരുന്നില്ല. സന്ദീപ്, ഇതെന്തി കേൾക്കുന്നത്? നീ ശരിക്കും വിവാഹം കഴിച്ചോ? അമ്മയുടെ ശബ്ദത്തിൽ കോപവും അതിശയവും ഒരുമിച്ചുണ്ടായിരുന്നു. സന്ദീപ് ഒരു നിമിഷം മിണ്ടാതെ നിന്നു. പിന്നീട് വളരെ ശാന്തമായിട്ട് പറഞ്ഞു, അതെ അമ്മ, ഞാൻ ഗംഗയെ വിവാഹം കഴിച്ചു. ഫോണിന്റെ മറുവശത്ത് ഒരു നിശബ്ദത. നീ ഞങ്ങളോട് പറയാതെ ഇത്രയും വലിയ കാര്യം ചെയ്തോ? ഇപ്പൊ ശബ്ദത്തിൽ ദേഷ്യം വ്യക്തമായിരുന്നു. സന്ദീപ് ഒരു ദീർഘനിശ്വാസം വിട്ടു. അമ്മ, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയാതെ ചെയ്തത് മാത്രമാണ്. പക്ഷെ ഞാൻ ഗംഗയെ സ്നേഹിക്കുന്നു. അവൾ നല്ല പെണ്ണാണ്. അവൻ കുറച്ചു നിമിഷം നിർത്തി. പിന്നീട് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അവളോടൊപ്പമാണ് ജീവിക്കുക. അവളെ വിട്ടുപോകാൻ എനിക്ക് കഴിയില്ല. വണ്ടിക്കുള്ളിൽ ഇരുന്നവരൊക്കെ ഇപ്പോൾ നിശബ്ദമായി അവനെ നോക്കുകയായിരുന്നു. അവന്റെ വാക്കുകളിൽ ഉറച്ചൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അവിടെ നിന്നും വീണ്ടും അമ്മയുടെ ശബ്ദം കേട്ടു. ഈ വട്ടം ശബ്ദം കുറച്ച് ശാന്തമായിരുന്നു. എന്തായാലും നിങ്ങൾ രണ്ടുപേരും വന്നിട്ട് സംസാരിക്കാം. വീട്ടിലേക്ക് വരൂ, പിന്നെ തീരുമാനിക്കാം. അത് കേട്ട നിമിഷം സന്ദീപിന്റെ മുഖത്ത് ഒരു വലിയ പുഞ്ചിരി വിരിഞ്ഞു. അമ്മയുടെ ശബ്ദം കേട്ടപ്പോഴേക്കും അവന് മനസ്സിലായി അവർ ഇതിനകം അത് അംഗീകരിച്ചു എന്ന്. ശരി അമ്മ, ഞങ്ങൾ വരാം. പക്ഷെ ഇന്ന് വരാൻ പറ്റില്ല, ഞങ്ങളൊരു യാത്രയിലാണ്, അവൻ പറഞ്ഞു. എത്രയും പെട്ടെന്ന് എത്താം എന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. അവനെ നോക്കി എല്ലാവരും കാത്തിരുന്നു. എന്തായി? ഉദയൻ ചോദിച്ചു. സന്ദീപ് കുറച്ചു നിമിഷം ഒന്നും പറയാതെ എല്ലാവരെയും നോക്കി. പിന്നീട് വലിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു, അമ്മ അറിഞ്ഞു, വന്നിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞു. ഒരു നിമിഷം നിശബ്ദത. പിന്നീട് മാധവ് ചിരിച്ചു. അത് പറഞ്ഞാൽ അവർ ഓക്കെ, സമ്മതിച്ചു എന്നർത്ഥം. അവിടെ ഇരുന്ന എല്ലാവരും ഒരുമിച്ച് ചിരിച്ചു. ഗംഗയുടെ കണ്ണുകൾ നിറഞ്ഞു. ശരിക്കും സമ്മതിക്കുവോ? അവൾ പതുക്കെ ചോദിച്ചു. സന്ദീപ് അവളെ നോക്കി തല കുലുക്കി. അതെ, ഇനി ആരും നമ്മളെ വേർപ്പെടുത്തില്ല. ഗംഗയുടെ കണ്ണുകളിൽ സന്തോഷത്തിന്റെ കണ്ണുനീർ തിളങ്ങി. ലക്ഷ്മി അവളെ ചേർത്ത് പിടിച്ചു. കണ്ടോ, ഒടുവിൽ എല്ലാം നന്നായി തീർന്നു. ട്രാവലർ റോഡിലൂടെ മുന്നോട്ട് പോവുകയായിരുന്നു. സൂര്യൻ പതുക്കെ അസ്തമിക്കുകയായിരുന്നു. ആകാശം ഓറഞ്ച് നിറത്തിൽ മിനുങ്ങി. വണ്ടിക്കുള്ളിൽ വീണ്ടും ചിരിയും സന്തോഷവും നിറഞ്ഞു. ജീവിതത്തിൽ അവർ കടന്നുപോയ എല്ലാ പ്രശ്നങ്ങളും വേദനകളും ഭയങ്ങളും ഇപ്പോൾ പിന്നിലായി. മുന്നിലുള്ളത് സ്നേഹവും വിശ്വാസവും നിറഞ്ഞ പുതിയൊരു ജീവിതം. ആ യാത്ര അവസാനിക്കുമ്പോൾ അവരുടെ കഥയും ഒരു മനോഹരമായ സത്യത്തിൽ എത്തിനിന്നു. കുടുംബം എന്നത് രക്തബന്ധം മാത്രമല്ല,
ഒരുമിച്ച് നിൽക്കുന്ന ഹൃദയങ്ങളാണ്. അങ്ങനെ അവരുടെ സന്തോഷത്തിലും സ്നേഹത്തിലും നിറഞ്ഞ ഒരു ഹൃദയപൂർവമായ അവസാനത്തിലേക്ക് എത്തി. ഹായ്, അപ്പോ സ്റ്റോറി ഞാൻ ഇട്ടിട്ടുണ്ടേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങളൊന്ന് പറയണം. ഇത്രയും ഭാഗങ്ങൾ കേട്ടിട്ട് ഒരു അഭിപ്രായം പറയാതെ പോകരുത് കേട്ടോ. അപ്പോൾ നാളെ മുതൽ പുതിയ സ്റ്റോറി തുടങ്ങുകയാണ്, താലി. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ ഉണ്ടാകുക. അപ്പോൾ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു വരിയായിട്ട് കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.